ഹായ് എവ്രി വൺ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നതാണ് ഫൈബ്രോ അഡിനോമ. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം. എന്താണ് ഫൈബ്രോ അഡിനോമ? ഫൈബ്രോ അഡിനോമ എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ഫൈബ്രോ അഡിനോമ എന്ന്, അതായത് ഓൾഡൻ ഡെഫിനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെൽ എൻകാപ്സുലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിനൈൻ ട്യൂമറാണ് എന്തെന്ന് പറയണത്, ഈ ഫൈബ്രോ അഡിനോമ എന്ന് പറയണത്. അതുപോലെ ഇത് മെയിനായിട്ട് കണ്ടുവരുന്നത് ഫീമെയിൽസിനാണ്. നമുക്കറിയാം ഫീമെയിൽസിനാണ് കണ്ടുവരുന്നത്. അതിൽ 15 to 25 ഇയേഴ്സ് ഓഫ് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ് കൂടുതലായും കണ്ടുവരുന്നത്, അതായത് യങ് ഫീമെയിൽസിന്. അപ്പോൾ നമുക്കറിയാം ബിനൈൻ എൻകാപ്സുലേറ്റഡ് ട്യൂമറാണ് ഒക്കറിങ് കോമൺലി ഇൻ ഫീമെയിൽസ് ഓഫ് 15 to 25 ഇയേഴ്സ് ഓഫ് ഏജ് ഗ്രൂപ്പ്. പക്ഷെ നമ്മൾ പ്രസൻ്റായിട്ട് ഇതിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തതെന്ന് വെച്ചാൽ, നമുക്കറിയാം ഇതിൽ ഒരു ലൊബ്യൂൾസ് ഉണ്ടാവുമല്ലോ നമ്മുടെ ഈ നമുക്കറിയാം മാമറി ഗ്ലാൻഡിൽ ലൊബ്യൂൾസ് ഉണ്ടല്ലോ. ഈ ലൊബ്യൂൾസിലുണ്ടാവുന്ന ഹൈപ്പർപ്ലേഷ്യയാണ് എന്തായിട്ട് മാറുന്നത്, ഫൈബ്രോ അഡിനോമയായിട്ട് മാറുന്നത്. ഇത് മെയിൻലി ക്ലാസിഫൈ ചെയ്തേക്കുന്നത് ആൻറ്റിയിലാണ്. അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാവും. ഈ ഏജ് ഗ്രൂപ്പ് എവിടെയെങ്കിലും കണ്ടുപരിച്ചിട്ടുണ്ടോ? ഇത് ആൻറ്റി ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. അതുപോലെ ഇത് നോക്കൂ, it is considered as hyperplasia of a single lobule of breast classified under anti. ഇനി അതുപോലെ ഇത് നമുക്കറിയാം മോസ്റ്റ് കോമൺ ആയിട്ടും ബിലോ 30 ഇയേഴ്സ് എന്ന് പറയാം. അതായത് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ബിനൈൻ ട്യൂമേഴ്സ്, അതായത് ഇപ്പം കണ്ടുവരുന്ന കോമൺ ആയിട്ടുള്ള ബിനൈൻ ട്യൂമേഴ്സ് ഓഫ് ബിലോ ഏജ് ഗ്രൂപ്പ് ഓഫ് 30 ഇയേഴ്സിന് താഴെയുള്ള സ്ത്രീകളിൽ കണ്ടുവരുന്ന മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ബിനൈൻ കണ്ടീഷനാണ് ഫൈബ്രോ അഡിനോമ എന്ന് പറയുന്നത്. അതന്നെ. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെയിനായിട്ട് നമ്മൾ പറഞ്ഞു, ഇറ്റ്സ് എ aberration of normal development of lobule. It's a aberration in normal development of lobule. അതൊന്ന് ജസ്റ്റ് ഓർത്തേക്കണം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട്, അതായത് നമുക്കറിയാം ഇപ്പം കണ്ടുവരുന്നത് അതായത് ഇൻസിഡൻസ് ഈസ് 50% ഓഫ് പാൽപ്പബിൾ ബ്രസ്റ്റ് ലംപ്. അതുപോലെ ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ബ്ലാക്സിനും നീഗ്രോസിനുമാണ്. പിന്നെ നമുക്കറിയാം ഇത് ബൈലാറ്ററലാണ്. 20% എന്ന് പറയുന്നത് ബൈലാറ്ററലാണ്. അതുപോലെ തന്നെ ഈ 20% ഇതെന്തും കൂടിയാണ്, മൾട്ടിപ്പിൾ ആവാനുള്ള ചാൻസസ് ഉണ്ട്. സിംഗിൾ അല്ല, മൾട്ടിപ്പിൾ. അത് ബൈലാറ്ററൽ 20% ബൈലാറ്ററലാണ്. അത് കേസസ് 20% കേസസും ബൈലാറ്ററലാണ്. അതുപോലെ 20% എന്താണ് മൾട്ടിപ്പിൾ ആവാനുള്ളത് മൾട്ടിപ്പിളുമാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ജുവനൈൽ ഫൈബ്രോ അഡിനോമ. വാട്ട് യു മീൻ ബൈ ജുവനൈൽ ഫൈബ്രോ അഡിനോമ? ഇറ്റ്സ് നത്തിങ് ബട്ട്, ഇത് ജുവനൈൽ ഈ പേര് കേൾക്കുമ്പോൾ മെയിൻലി അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പിലുള്ള ഗേൾസിനാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഇത് കൂടാണ്ടെന്ന് പറഞ്ഞാൽ ഇതിലെന്ത് നടക്കുന്നുണ്ട്, നമുക്കറിയാം ബ്രസ്റ്റിൽ മെയിനായിട്ട് എന്തൊക്കെയുണ്ട്, എപ്പിത്തീലിയൽ കമ്പോണൻറ്റും ഉണ്ട്, സ്ട്രോമൽ കമ്പോണൻറ്റും ഉണ്ട്. നമുക്കറിയാലോ ഈ ജുവനൈൽ ഫൈബ്രോ അഡിനോമയിൽ എപ്പിത്തീലിയൽ കമ്പോണൻറ്റിനും സ്ട്രോമൽ കമ്പോണൻറ്റിനും എന്ത് നടക്കുന്നു, ഹൈപ്പർപ്ലേഷ്യ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അവരുടെ എന്തിനു മാറ്റം വരുന്നില്ല, ഡസ് നോട്ട് ഷോ എനി ആൾട്ടറേഷൻ ഇൻ സ്ട്രോമൽ എപ്പിത്തീലിയൽ ബാലൻസ്. അതായത് സ്ട്രോമൽ എപ്പിത്തീലിയൽ ആ ഒരു ബാലൻസിന്, അതുപോലെ സെല്ലുലാർ എടിപിയ, ഇതിനൊന്നും എന്ത് നടക്കുന്നില്ല, ഒരു രീതിയിലുള്ള ആൾട്രേഷൻ നടക്കുന്നില്ല. അപ്പോൾ നമുക്കറിയാം ബ്രസ്റ്റിലുള്ള എപ്പിത്തീലിയലും സ്ട്രോമൽ കമ്പോണൻസിനും ഹൈപ്പർപ്ലേഷ്യ നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആ സ്ട്രോമൽ എപ്പിത്തീലിയൽ ഒരു ബാലൻസിന് ആൾട്ടർ ചെയ്യുന്നില്ല. അതുപോലെ സെല്ലുലാർ എടിപിയ അതൊന്നും കണ്ടുവരുന്നില്ല. അതുപോലെ നമുക്കറിയാം ഇത് പൊതുവെ മിമിക് ചെയ്യുന്നുണ്ട്. ആരെയാണ് മിമിക് ചെയ്യുന്നത്? ഫിലോട്സ് ട്യൂമർ നമുക്കറിയാം. ഫിലോട്സ് ട്യൂമർ എങ്ങനെയാണ് ക്ലിനിക്കിൽ കാണുന്നത്, അതിന് ലാർജ് മാസമായിരിക്കും. അതുപോലെ അൾസറേഷൻസ് ഒക്കെ കൂടുതലും കാണപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് നമുക്ക് തോന്നും ഇതെന്താണ് ഫിലോട്സ് ട്യൂമർ ആണെന്ന് തോന്നും. പക്ഷേ ഇതൊരിക്കലും എന്തായി മാറുന്നില്ല, ഫിലോട്സ് ട്യൂമറായിട്ടോ ഒരു കാർസിനോമയായിട്ടോ മാറുന്നില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഇറ്റ് ഡസ് നോട്ട് ടേൺ ഇൻ ടു ഫിലോട്സ് ട്യൂമർ ഓർ കാർസിനോമ. ഇപ്പം മനസ്സിലായല്ലോ ജുവനൈൽ ഫൈബ്രോ അഡിനോമ. അഡോളസൻസ് ആണ്. ഇതിൽ റാപ്പിഡ് ഗ്രോത്ത് ഉണ്ടാകുന്നത് വിത്ത് സ്ട്രോമൽ ആൻഡ് എപ്പിത്തീലിയൽ ഹൈപ്പർപ്ലേഷ്യ. ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഷോ എനി ആൾട്ടറേഷൻ ഇൻ സ്ട്രോമൽ എപ്പിത്തീലിയൽ ബാലൻസ്, സെല്ലുലാർ എടിപിയ, പെരിഡക്ടൽ സെല്ലുലാർ കോൺസെൻട്രേഷൻ. മിമിക്സ് ഫിലോട്സ് ട്യൂമർ ബട്ട് ഇറ്റ് ഡസ് നോട്ട് ടേൺ ഇൻ ടു ഫിലോട്സ് ഓർ എനി കാർസിനോമ. നെക്സ്റ്റ് വൺ, വാട്ട് യു മീൻ ബൈ കോംപ്ലക്സ് ഫൈബ്രോ അഡിനോമ? കോംപ്ലക്സ് ഫൈബ്രോ അഡിനോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബ്രോ അഡിനോമ തന്നെയാണ്. പക്ഷെ അതിൻ്റെ കൂടെ എന്തും കൂടി ഉണ്ടാവും, ഫൈബ്രോസിസ്റ്റിക് ചേഞ്ചസും കൂടി ഉണ്ടാവും. അതായത് എ കണ്ടീഷൻ ഹാവിങ് ടിപ്പിക്കൽ ഫൈബ്രോ അഡിനോമ വിത്ത് ഫൈബ്രോസിസ്റ്റിക് ചേഞ്ചസ് ലൈക്ക് അപ്പോക്രൈൻ മെറ്റാപ്ലേസിയ, സിസ്റ്റ് ഫോർമേഷൻ, സ്ക്ലീറോസിങ് അഡിനോസിസ്. അതായത് ഫൈബ്രോ അഡിനോമ തന്നെയാണ്, അതിൻ്റെ കൂടെ വിത്ത് എന്തൊക്കെ ഉണ്ടാവാം, ഫൈബ്രോസിസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ്. ഏതൊക്കെ ചേഞ്ചസ് ഉണ്ടാവാം? അതായത് അപ്പോക്രൈൻ മെറ്റാപ്ലേസിയ, അതുപോലെ തന്നെ സിസ്റ്റ് ഫോർമേഷൻ, അതുപോലെ തന്നെ സ്ക്ലീറോസിങ് അഡിനോസിസ്.
എന്താണ് അപ്പോക്രൈൻ മെറ്റാപ്ലേസിയ? അപ്പോക്രൈൻ മെറ്റാപ്ലേസിയ നമുക്കറിയാം, എപ്പിത്തീലിയൽ കമ്പോണൻസ് അവിടെ ഉണ്ട് ബ്രസ്റ്റിൽ, അത് മെറ്റാപ്ലേസിയ നടക്കും, അതായത് അത് മാറിയിട്ട് അപ്പോക്രൈൻ സെൽസ് അവിടെ വന്നിരിക്കും. അതുപോലെ സിസ്റ്റ് ഫോർമേഷൻ. വാട്ട് യു മീൻ ബൈ സിസ്റ്റ് ഫോർമേഷൻ? സിസ്റ്റ് എന്താണ്? ഒരു ഫ്ലൂയിഡ് കണ്ടെയ്നിങ് സാക്ക് ലൈക്ക്, അങ്ങനെ സിസ്റ്റ് പലതും ഫോം ചെയ്യും നമ്മുടെ ബ്രസ്റ്റിൽ. ഇനി സ്ക്ലീറോസിങ് കണ്ടിനോസിസ്, അതായത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫൈബ്രസ് ടിഷ്യൂ പോലുള്ള എപ്പിത്തീലിയം അവിടെ കാണാൻ തുടങ്ങും. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 50% ഓഫ് പ്രൂവൺ ഫൈബ്രോ അഡിനോമ ആർ കോംപ്ലെക്സ് ആണ്. അതുപോലെ തന്നെ ഇത് മെയിനായിട്ട് കണ്ടുവരുന്നത് ഓൾഡർ ഏജ് ഗ്രൂപ്പിലാണ്. അതൊന്ന് ഓർത്ത് വയ്ക്കണം. മറ്റത് അഡോളസൻസിലാണ്, അതായത് ജുവനൈൽ കണ്ടുവരുന്നത് അഡോളസൻസിലാണ്. കോംപ്ലെക്സ് ഫൈബ്രോ അഡിനോമ കണ്ടുവരുന്നത് ഓൾഡർ ഏജ് ഗ്രൂപ്പിലാണ്. അതുപോലെ ഇനി ഇത് ഒക്കേഷണലി ഇറ്റ് മേ ടേൺ ഇൻ ടു മാലിഗ്നൻസി അൺലൈക്ക് യൂഷ്വൽ ഫൈബ്രോ അഡിനോമ. ഇത് ഒക്കേഷണലി ഇറ്റ് മേ ടേൺ ഇൻ ടു മാലിഗ്നൻസി. ആ പോയിന്റ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതുപോലെ കോർ ബയോപ്സി ഈസ് നീഡഡ് ടു കൺഫേം ദ കണ്ടീഷൻ. നമുക്കറിയാം ഇനി മാലിഗ്നൻസി വല്ലതും ഉണ്ടോ എന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? കോർ ബയോപ്സി ഉണ്ടല്ലോ, ബയോപ്സി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ അതിൽ നിന്ന് അതായത് കണ്ടൻസ് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി. ഈ കോർ ബയോപ്സി ഈസ് നീഡഡ് ടു കൺഫേം ദ കണ്ടീഷൻ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അതായത് 30% ഓഫ് ദ ഫൈബ്രോ അഡിനോമ മേ ഡിസപ്പിയർ ഓർ റെഡ്യൂസ് ഇൻ സൈസ് ഇൻ 2 to 4 years. അതായത് നമുക്കറിയാം ഒരു 30%, അതായത് നമ്മളിപ്പം നമുക്കിപ്പോൾ ചില ഗേൾസിന് ഇപ്പം ഫൈബ്രോ അഡിനോമ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അത് ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അത് ഡിസപ്പിയർ ചെയ്യാം, അല്ലെങ്കിൽ അതെന്താവാം റെഡ്യൂസ്ഡ് ഇൻ സൈസ് ആവാം 2 to 4 years കഴിയുമ്പം. 10 to 15% എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു 30% ആൾക്കാർക്കും ഒന്നിക്കിൽ ഇത് ഡിസപ്പിയർ ചെയ്യാം, അല്ലെങ്കിൽ 2 to 4 years ആകുമ്പോഴേക്കും അതിൻ്റെ സൈസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഒരു 10 to 15% ആൾക്കാർക്ക് എന്തുണ്ടാവും? ഒരു ഇൻക്രീസിങ് സൈസ്, ഗ്രാജുവൽ പ്രോഗ്രസീവ് ഇൻക്രീസിങ് സൈസ് നമുക്ക് കാണാൻ പറ്റും. അതിൽ യൂഷ്വലി ഫൈബ്രോ അഡിനോമ ഡസ് നോട്ട് ടേൺ ഇൻ ടു മാലിഗ്നൻസി ആണ്. യൂഷ്വലി അതായത് മാലിഗ്നൻസി ആയിട്ട് മാറുന്നില്ല. യൂഷ്വലി ഫൈബ്രോ അഡിനോമ ഡസ് നോട്ട് ടേൺ ഇൻ ടു മാലിഗ്നൻസി. ഇനി നമുക്ക് അടുത്തതാണ് ടൈപ്സ്. നമുക്കറിയാം നമ്മൾ ഗ്രോസ് ഫീച്ചേഴ്സ് ഉണ്ട്, മൈക്രോസ്കോപ്പിക് ഫീച്ചേഴ്സ് ഉണ്ട്. അതിൻ്റെയൊക്കെ ബേസിൽ നമ്മൾ ഓരോ ടൈപ്പ് വരുന്നുണ്ട്. അതായത് ഗ്രോസിൻ്റെയിലാണെങ്കിൽ നമുക്കറിയാം സോഫ്റ്റ്, ഹാർഡ്, ജയൻറ്റ്. ഈ സോഫ്റ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ 13 years മുകളിലുള്ളവർക്ക്, ആഫ്റ്റർ 30 years ആണ് കണ്ടുവരുന്നത്. ഇത് ബിലോ 30 years ആണ്. ഇതെന്ന് പറഞ്ഞാൽ മോസ്റ്റ് കോമൺ. ഇതെന്ന് പറഞ്ഞാൽ ജൈൻ ഫൈബ്രോ അഡിനോമ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 5 centimeter ഇൻ സൈസ് വരണം. ആ ഒരു ലംപിൻ്റെ സൈസ് ഏകദേശം ഗ്രേറ്റർ ദാൻ ആ ഒരു ഫൈബ്രോ അഡിനോമ, അതായത് ലൈക്ക് ആ ഒരു ഫൈബ്രോ അഡിനോമയുടെ സൈസ് ഗ്രേറ്റർ ദാൻ 5 centimeter വരണം. ഈ സോഫ്റ്റ് ആണെങ്കിൽ മോർ ദാൻ 30 yearsലാണ്. ഹാർഡ് ആണെങ്കിൽ ലെസ് ദാൻ 30 years ആണ്. ജയൻ്റ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 5 centimeter സൈസ് വരണം. സോഫ്റ്റ് എന്ന് പറയുമ്പം ഗ്രേറ്റർ ദാൻ 30 years. അത് ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അതായത് നമുക്ക് വയസ്സായി വരുമ്പോൾ നമ്മുടെ പാരൻസിന് നമ്മളോട് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടൊക്കെ അല്ലേ പെരുമാറുക, അങ്ങനെ വല്ല ഓർത്ത് വെച്ചോ കേട്ടോ. അതായത് അപ്പം സോഫ്റ്റ് ആവുന്നത് എപ്പോഴാണ്? നമ്മൾ കുറേ വയസ്സാകുമ്പം, അതായത് ഗ്രേറ്റർ ദാൻ 30 years. അവർ പൊതുവെ നമ്മൾ ചെറുതായിരിക്കും നമ്മളോട് എന്ന വഴക്കൊക്കെ പറയില്ല. അപ്പോൾ നമ്മൾ ലെസ് ദാൻ 30 years ആണെങ്കിൽ അവർ ഭയങ്കര ഹാർഡായിരിക്കും. പിന്നെ ജയൻറ്റ് നമുക്കറിയാം ഗ്രേറ്റർ ദാൻ 5 centimeter. ജസ്റ്റ് ഓർത്ത് വെക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാം. ഈ സോഫ്റ്റ് ആയിരിക്കണമെങ്കിൽ അതുപോലെ ഹാർഡ് ആയിരിക്കണം. ഹാർഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൊതുവേ ഫൈബ്രസ് ആയിരിക്കും. ഹാർഡ് നമ്മൾ ഇപ്പം പറയുന്നത് ഫൈബ്രസിൻ്റെ കേസിലാണ്. സോഫ്റ്റ് ആണെങ്കിൽ സെല്ലുലാർ ആയിരിക്കും. അത് പിന്നെ ഓഫ്റ്റൻ ബൈലാറ്ററലും ആവാം. അതുപോലെ തന്നെ ഈ ജയൻ്റ് ആണെങ്കിൽ കൂടുതലും കണ്ടുവരുന്നത് ആഫ്രിക്കൻ കൺട്രീസിലാണ്. അപ്പം എന്താണ് ഒന്നുകൂടെ ഓർത്തെ, സോഫ്റ്റ്, ഹാർഡ്, ജയൻ്റ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 5 centimeter ആയിരിക്കും. ഇത് ആഫ്റ്റർ ആയിരിക്കും, ബിലോ 30 years ആയിരിക്കും, സെല്ലുലാർ ആയിരിക്കും, ഫൈബ്രസ് ആയിരിക്കും. ആഫ്രിക്കയിൽ കൂടുതലും കണ്ടുവരുന്നത് ഓഫ്റ്റൻ ബൈലാറ്ററലും ആവാം. അടുത്തത് മൈക്രോസ്കോപ്പി നമുക്കറിയാം എന്താണ്? ഇൻട്രാ കനാലിക്കുലാർ ഉണ്ട്, പെരി കനാലിക്കുലാർ ഉണ്ട്. ഇത് നമ്മൾ പാത്തോലൊക്കെ പഠിക്കുന്നതാണ് ശരിക്കും. അപ്പം ഇൻട്രാ കനാലിക്കുലാർ എന്ന് പറയുമ്പം പൊതുവെ ലാർജ് ആയിരിക്കും, സോഫ്റ്റ് ആയിരിക്കും. പെരി കനാലിക്കുലാർ എന്ന് പറഞ്ഞാൽ സ്മോൾ ആയിരിക്കും, ഹാർഡായിരിക്കും. അതായത് ഇൻട്ര ഉണ്ട്, പെരി കനാലിക്കുലാറുണ്ട്. ഇൻട്രാ കനാലിക്കുലാറും പെരി കനാലിക്കുലാറും. ഇൻട്ര അല്ല ഇങ്ങനെ, അപ്പം അത് ലാർജ് ആയിരിക്കും, സോഫ്റ്റ് ആയിരിക്കും. പെരി കനാലിക്കുലാർ അല്ലേ, അപ്പോൾ അത് സ്മോൾ ആയിരിക്കും, ഹാർഡായിരിക്കും. സ്മോൾ ആയിരിക്കും, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒന്ന് പഠിച്ചിട്ട് മറ്റേതിൻ്റെ ഓപ്പോസിറ്റ് ആലോചിച്ചാൽ മതി. ഇൻട്രാ കനാലിക്കുലാർ, പെരി കനാലിക്കുലാർ. ഇൻട്രാ കനാലിക്കുലാർ, പെരി കനാലിക്കുലാർ. ഇൻട്രാ ഇല്ല, അപ്പോൾ എല്ല് ലാർജ് ആകുമ്പം സോഫ്റ്റാണ്, ഇത് സ്മോളാണ്, ഹാർഡാണ്. അപ്പോൾ നമുക്കറിയാം ഹാർഡാണ് എന്നെല്ലാം പറയുമ്പോൾ എന്തായിരിക്കും? മെയിൻലി ഫൈബ്രസ് ആയിരിക്കും. സോഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു സെല്ലുലാർ ആയിരിക്കും. ഇത്
പിന്നെ ഈ ഇൻട്രാ കനാലിക്കുലർ എന്ന് പറയുമ്പോൾ പ്രത്യേകത സ്ട്രോമ വിത്ത് ഡിസ്റ്റോർട്ടഡ് ഡക്റ്റ് ആയിരിക്കും. ഇത് സ്ട്രോമ വിത്ത് നോർമൽ ഡക്റ്റ് ആയിരിക്കും. പെരി കനാലിക്കുലറിന് സ്ട്രോമ വിത്ത് നോർമൽ ഡക്റ്റ് ആയിരിക്കും. ഈ ഇൻട്രാ കനാലിക്കുലർ എന്ന് പറയുമ്പം സ്ട്രോമ വിത്ത് ഡിസ്റ്റോർട്ടഡ് ഡക്റ്റ് ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. എന്താണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്? ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എങ്ങനെയാണ് ഈ ഒരു ബ്രസ്റ്റ് കേസ് ഇപ്പം നിങ്ങൾ സർജറിയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഓർത്തെടുത്ത് എഴുതാവുന്നതേ ഉള്ളൂ. കാരണം നിങ്ങൾ കുറേ കേസസ് കണ്ടിട്ടുണ്ടാകും. എന്തൊക്കെ ഉണ്ട് പ്രസൻറ്റ് ചെയ്യാം? ഒന്ന് തന്നെ പെയിൻലെസ് ആയിട്ടുള്ള സ്വെല്ലിങ് ഇൻ വൺ ഓഫ് ദ ക്വാഡ്രൻസ്. നമുക്കറിയാം മെയിൻലി ബ്രസ്റ്റിന് നമ്മൾ 4 ക്വാഡ്രൻ്റ് ആക്കി തിരിക്കുന്നുണ്ട്. അപ്പറും ലോവറും, അപ്പർ ഔട്ടർ, അപ്പർ ഇന്നർ ഔട്ടർ, അതുപോലെ അപ്പറും ലോവർ ക്വാഡ്രൻറ്റും. അപ്പറിൽ തന്നെ ഇന്നറും ഉണ്ട് ഔട്ടറും ഉണ്ട്, ലോവറിൽ തന്നെ ഇന്നറും ഉണ്ട് ഔട്ടറും ഉണ്ട്. ഇങ്ങനെ ഇതിലേതെങ്കിലും ഒരു ക്വാഡ്രൻസിന് എന്തുണ്ടാവാം? പെയിൻലെസ് ആയിട്ടുള്ള സ്വെല്ലിങ്സ് ഉണ്ടാവാം. അതുപോലെ ഈ സ്വെല്ലിങ്സ് പൊതുവെ എങ്ങനെയായിരിക്കും? സ്മൂത്ത് ആയിരിക്കും, ഫേം ആയിരിക്കും, നോൺ ടെൻഡർ ആയിരിക്കും, വെൽ ലോക്കലൈസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ മൂവ് ഫ്രീലി വിത്ത് ദ ബ്രസ്റ്റ് ടിഷ്യൂ. ബ്രസ്റ്റ് ടിഷ്യൂവിൻ്റെ വിത്ത് ദ ബ്രസ്റ്റ് ടിഷ്യൂ, അതായത് അതെന്തായിരിക്കും? ഫ്രീലി മൊബൈൽ ആയിരിക്കും. ഇങ്ങനെ അതായത് എന്തൊക്കെയാണ്? അതായത് നമുക്കറിയാം ഏതെങ്കിലും ഒരു ക്വാഡ്രൻറ്റിൽ എന്തുണ്ടാവും? പെയിൻലെസ് ആയിട്ടുള്ള സ്വെല്ലിംഗ് ഉണ്ടാവാം. പ്രസൻറ്റ് വിത്ത് പെയിൻലെസ് സ്വെല്ലിംഗ് ഇനി വൺ ഓഫ് ദ ക്വാഡ്രൻറ്റ്. അതിൽ എന്തൊക്കെയായിരിക്കാം? അതായത് സ്മൂത്ത് ആയിരിക്കാം, ഫേം ആയിരിക്കാം. സ്മൂത്ത്, ഫേം, നോൺ ടെൻഡർ എന്ന് അറിയാമല്ലോ, തൊടുമ്പോൾ അങ്ങനെ വേദന ഒന്നും ഉണ്ടാവില്ല. വെൽ ലോക്കലൈസ്ഡ് ആയിരിക്കാം. പൊതുവെ നമ്മൾ പറഞ്ഞു മാമോഗ്രഫിയിലൊക്കെ നമ്മൾ പറയുന്നത്, അതായത് നമുക്കതറിയാം ലംബ് പൊതുവെ വെൽ ലോക്കലൈസ്ഡ് ആയിരിക്കും. പിന്നെ അതുപോലെ ഈ ആൻഡ് മൂവ് ഫ്രീലി വിത്തിൻ ദ ബ്രസ്റ്റ് ടിഷ്യൂ, അതായത് മൗസ് ഇൻ ദ ബ്രസ്റ്റ്. പിന്നെ നമുക്കറിയാം ഈ ബ്രസ്റ്റിൻ്റെ അനാട്ടമി പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഭയങ്കര ഇമ്പോർട്ടൻ്റ്, ലൈക്ക് എന്താ പറയുക, ഭയങ്കര അതിൻ്റെ ലിംഫാറ്റിക് ഡ്രെയിനേജ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പം നമുക്കറിയാം നമ്മൾ അപ്പം എന്തെങ്കിലും ഇപ്പം ബ്രസ്റ്റിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ആക്സിലറി ലിംഫ് നോഡ് എക്സാമിനേഷനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. പക്ഷേ ഈ ഫൈബ്രോ അഡിനോമ എന്ന് പറയുന്നൊരു കേസ് വരികയാണെങ്കിൽ അവിടെ ഈ ആക്സിലറി ലിംഫ് നോഡ് ആർ നോട്ട് എൻലാർജ്ഡ് ആണ്. എന്താണ്? ആക്സിലറി ലിംഫ് നോഡ് ആർ നോട്ട് എൻലാർജ്ഡ്. ഓക്കെ അല്ലേ? അടുത്തത് ഇൻവെസ്റ്റിഗേഷൻ. എന്താണ് ഇൻവെസ്റ്റിഗേഷൻ? ഇൻവെസ്റ്റിഗേഷൻ എന്തൊക്കെ ചെയ്യാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം മാമോഗ്രഫി ചെയ്യാം, FNSC അല്ലെങ്കിൽ കോർ ബയോപ്സി ചെയ്യാം, അൾട്രാസൗണ്ട് ചെയ്യാം, MRI ഇഫ് നെസസറി. നമുക്കറിയാം ഈ മാമോഗ്രഫി എന്ന് പറയുമ്പം എങ്ങനെയായിരിക്കും? അതായത് ഈ മാമോഗ്രഫിയിൽ നിങ്ങൾ മാമോഗ്രഫി, അതായത് ഫൈബ്രോ അഡിനോമയുടെ മാമോഗ്രഫി നോക്കുന്ന സമയം നിങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു ഫീച്ചർ കാണാൻ പറ്റും. അതാണ് പോപ്കോൺ കാൽസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓൺ മാമോഗ്രഫി. എന്താണ് പോപ്കോൺ കാൽസിഫിക്കേഷൻ? മാമോഗ്രഫി, FNSC ഓർ കോർ കട്ട് ബയോപ്സി, അൾട്രാസൗണ്ട്, MRI ഇഫ് നെസസറി. ഈ മാമോഗ്രഫി ആണെങ്കിൽ പോപ്കോൺ. അങ്ങനെ ഇതാണ് ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ ഈ ഫൈബ്രോ അഡിനോമയ്ക്ക് ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻ ഏതൊക്കെയാണോ ഒന്ന് പറഞ്ഞേ. മാമോഗ്രഫി, FNSC അല്ലെങ്കിൽ കോർ കട്ട് ബയോപ്സി, USG, പിന്നെ MRI ഇഫ് നെസസറി. ഇനി അടുത്തത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ്. എന്താണ് ട്രീറ്റ്മെൻറ്റ്? നമ്മൾ പൊതുവെ എക്സിഷൻ ത്രൂ അതായത് നമ്മൾ പൊതുവെ ഇൻസിഷൻ, അതായത് എക്സിഷൻ ചെയ്യും. അതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവെ നമുക്കറിയാം നമ്മളിപ്പോൾ ഇതൊരു ബ്രസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇതതിൻ്റെ ഏരിയോളയാണ്, ഇതതിൻ്റെ നിപ്പിളാണ്. അപ്പം ഈ എക്സിഷൻ ത്രൂ എന്ന് പറയുമ്പം മെയിൻലി എവിടേക്കാണ്? സർക്കം ഏരിയോളാർ ഇൻസിഷനുണ്ട്, സബ് മാമറി ഇൻസിഷനുണ്ട്. സർക്കം ഏരിയോളാർ ഇൻസിഷനെയാണ് വെബ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സബ് മാമറി ഇൻസിഷനെയാണ് ഗെയ്ലാർഡ്സ് തോമസ് ഇൻസിഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? സർക്കം ഏരിയോളാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിപ്പിളാണ്. സർക്കം നിപ്പിളിന്, അതായത് ഇങ്ങനെ സർക്കം ഏരിയോളായിട്ട് നമ്മൾ ഇൻസിഷൻ ചെയ്യും. ഇത് മാമറി ആണെങ്കിൽ ഇത് സബ് മാമറി ഇൻസിഷനുണ്ട്, സർക്കം ഏരിയോളാർ ഇൻസിഷനുണ്ട്. ഇതിനെയാണ് എന്തെന്ന് പറയണത്? വെബ്സ്റ്റേഴ്സ് എന്ന് പറയണത്. ഇതിനെയാണ് എന്തെന്ന് പറയണത്? ഗെയ്ലാർഡ് തോമസ് ഇൻസിഷൻ. എന്തൊക്കെയാ? സർക്കം ഏരിയോളാർ ഉണ്ട്, അതാണ് വെബ്സ്റ്റേഴ്സ്. സബ് മാമറി അതുണ്ട്, അതാണ് എന്തെന്ന് പറയണത്? ഗെയ്ലാർഡ് തോമസ് ഇൻസിഷൻ. ഇതാണ് പൊതുവെ എക്സിഷൻ ചെയ്യുന്നത്. എക്സിഷൻ ത്രൂ എന്ന് പറഞ്ഞിട്ടാണ്. എക്സിഷൻ ത്രൂ സർക്കം ഏരിയോളാർ ഇൻസിഷനും അതുപോലെ സബ് മാമറി ഇൻസിഷനും. അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത് ജനറൽ അനസ്തേഷ്യയാണ്. എന്തൊക്കെയാണ്? ജനറൽ അനസ്തേഷ്യയാണ് യൂസ് ചെയ്യുന്നത്. സർക്കം ഏരിയോളാർ, സബ് മാമറി, ജനറൽ അനസ്തേഷ്യ.
അതുപോലെ ഈ ഫൈബ്രോ അഡിനോമ എന്ന് പറയുന്നത് ഈ ദ ഫൈബ്രോ അഡിനോമ വിച്ച് ഇസ് എ സ്മോൾ ലെസ് ദാൻ 3 സെൻറ്റിമീറ്റർ ഗ്രേറ്റർ ദാൻ 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമ്മൾ എന്താ ഇതിനെ വിളിക്കുക? ജോയിൻറ്റ് ഫൈബ്രോ അഡിനോമ. അത് ലെസ് ദാൻ 3 സെൻറ്റിമീറ്റർ, അതുപോലെ സിംഗിൾ ആണ്, നമ്മൾ പറഞ്ഞു മൾട്ടിപ്പിൾ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഏജ് ലെസ് ദാൻ 30 ഇയേഴ്സ് ഒക്കെ ആണെങ്കിൽ ക്യാൻ ബി ലെഫ്റ്റ് അലോൺ വിത്ത് ദ റെഗുലർ ഫോളോ അപ്പ് വിത്ത് USG ആഫ്റ്റർ 6 month ഇൻ്റർവൽ. അതായത് ഇപ്പോൾ നമ്മുടെ അടുത്തൊരു കേസ് വരികയാണ്, അത് ലെസ് ദാൻ 3 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ സൈസ്, അത് സിംഗിൾ ആണ്, പിന്നെ പേഷ്യൻറ്റിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ 30 വയസ്സിൽ കുറവൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ അധികമൊന്നും ചെയ്യുന്നില്ല, അപ്പോൾ അവരെ ഫോളോ അപ്പിന് വെക്കുകയാണ്. അതായത് വിത്ത് USG ആഫ്റ്റർ 6 month, അതായത് അടുത്ത 6 month, അതായത് വന്നതിൻ്റെ 6th month എന്ത് ചെയ്യും, നമ്മൾ USG ഒക്കെ എടുത്തിട്ടാണ് ബാക്കി എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കണം. പക്ഷേ ഇങ്ങനെ ഒരു ലംബൊക്കെ വന്നു കഴിഞ്ഞെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൊതുവേയും കുറേ പേരും സർജറി ചെയ്തെന്ന് പറയും. കാരണം ഇത് ക്യാൻസർ ആവും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ക്യാൻസർ ആകും, എനിക്കിതിൻ്റെ ബോഡി ഫുള്ള് സ്പ്രെഡ് ആവും, അങ്ങനെയൊക്കെ പേടിച്ചിട്ട് ഈ സർജറി ചെയ്യുന്നവർ തന്നെയാണ് കൂടുതലും. ഇനി എന്തൊക്കെയാണ് ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഇൻഡിക്കേഷൻ എന്താണ് മക്കളെ? ഇൻഡിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. നമ്മളിവിടെ പറഞ്ഞു ഗ്രേറ്റർ ലെസ് ദാൻ 3 സെൻറ്റിമീറ്റർ നമ്മൾ അങ്ങനെ വെക്കും. പക്ഷേ ഇൻഡിക്കേഷൻ എന്താ? ഗ്രേറ്റർ ദാൻ 3 സെൻറ്റിമീറ്റർ. ഇവിടെ അറിയാം സിംഗിൾ ആണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ വെക്കും, ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമ്മൾ ചെയ്യും. പിന്നെ ജയൻറ്റ് ടൈപ്പ് നമ്മൾ പറഞ്ഞല്ലോ, ഗ്രേറ്റർ ദാൻ 5 സെൻറ്റിമീറ്റർ വരുന്നതാണല്ലോ ജയൻറ്റ് ടൈപ്പ്, അതാണെങ്കിൽ നമ്മൾ ചെയ്യും. പിന്നെ റിക്കറൻസ് നമ്മൾ ഓൾറെഡി ചെയ്തു, പിന്നെ റിക്കറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറേ റിക്കറൻസ് ഉണ്ടെങ്കിൽ ചെയ്യും. പിന്നെ കോസ്മെസിസ്, അതായത് കോസ്മെറ്റിക് ആവശ്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ കോംപ്ലക്സ് ടൈപ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, കോംപ്ലക്സ് പറഞ്ഞല്ലോ ഇവിടെ, ഓർക്കണില്ലേ? കോംപ്ലക്സ് ഫൈബ്രോ അഡിനോമ പറഞ്ഞു. ഈ ഒരു ടൈപ്പൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? കാരണം ഇതിന് ചാൻസസ് ഉണ്ട്, ഒക്കേഷണലി ഇറ്റ് മേ ടേൺസ് ഇൻ ടു മാലിഗ്നൻസി. അങ്ങനെയുള്ള കേസസിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവരുടെ സർജറിക്ക് വേണ്ടിയിട്ടുള്ള സർജറിക്ക് പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഫൈബ്രോ അഡിനോമയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത്. സോ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് വെറുതെ ഒന്ന് ഓടിച്ച് നോക്കാം. സോറി, ഇതൊന്ന് ഞാൻ മായ്ച്ച് കളയട്ടെ. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എണീറ്റിരുന്ന് ടെക്സ്റ്റൊക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പം നമുക്ക് ജസ്റ്റ് ഇത് റിവൈസ് ചെയ്യാം. സോറി ഗൈസ്, ഇതൊന്ന് ഇതാക്കി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണത്തില്ല ഞാൻ എഴുതിയിട്ട്. ഓക്കെ, ഇനി പെട്ടെന്ന് റിവൈസ് ചെയ്യാം. എന്താണ് ഫൈബ്രോ അഡിനോമ? ഫൈബ്രോ അഡിനോമ എന്ന് പറഞ്ഞാൽ ബിനൈൻ ആയിട്ടുള്ള എൻകാപ്സുലേറ്റഡ് ട്യൂമർ. നമ്മൾ ജസ്റ്റ് എൻ്റെ കൂടെ പറഞ്ഞാൽ മതി. ബിനൈൻ ആയിട്ടുള്ള എൻകാപ്സുലേറ്റഡ് ട്യൂമറാണ്. അത് മെയിനായിട്ട് കണ്ടുവരുന്നത് യങ് ഫീമെയിൽസ് ഓഫ് ഏജ് ഗ്രൂപ്പ് 15 to 25. അതായത് കോമൺ ആയിട്ട് നമ്മുടെ ഒരു ലെസ് ദാൻ 30 ഇയേഴ്സിൽ കണ്ടുവരുന്ന ബിനൈൻ കണ്ടീഷനിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് തന്നെ എന്താണ്? നമ്മുടെ ഫൈബ്രോ അഡിനോമയാണ്. അതുപോലെ ഇത് 20% ബയലാറ്ററും 20% മൾട്ടിപ്പിളും ആയിരിക്കും. ഇത് ആൻറ്റിയുടെ ക്ലാസിഫൈഡ്, അതായത് ക്ലാസിഫൈഡ് അണ്ടർ ആൻറ്റിയാണ്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡെഫിനിഷൻ എന്താ? ഹൈപ്പോപ്ലേഷ്യ ഓഫ് എ സിംഗിൾ ലോബ്യൂൾ. പിന്നെ ജുവനൈൽ ഫൈബ്രോ അഡിനോമ ഉണ്ട്. ജുവനൈൽ ഫൈബ്രോ അഡിനോമ എന്ന് പറഞ്ഞാൽ ആ പേര് ഒക്കെ പറയാം, അഡോളസൻസിനാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഇതിൽ സ്ട്രോമലും എപ്പിത്തീലിയത്തിനും ഹൈപ്പോപ്ലേഷ്യ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിന് ഒരു ആൾട്രേഷൻ ഉണ്ടാകുന്നില്ല. എന്തിനൊക്കെ? സ്ട്രോമൽ എപ്പിത്തീലിയൽ ബാലൻസ്, സെല്ലുലാർ എറ്റിപ്പിയ, പെരിഡക്ടൽ സെല്ലുലാർ കോൺസെൻട്രേഷൻ. അതുപോലെ ഇത് മിമിക്സ് ലൈക്ക് എന്താണ്? ഫില്ലോഡ് ട്യൂമർ. കൂടുതൽ തന്നെ പറഞ്ഞു കൊടുക്കുക, എന്തുപോലെ ഇരിക്കും? ഫില്ലോഡ്സ് ട്യൂമർ പോലെ ഇരിക്കും. പക്ഷെ അത് എന്തായി മാറുന്നില്ല? ഫില്ലോഡ്സ് ട്യൂമർ ആയിട്ടോ അതുപോലെ കാർസിനോമ ആയിട്ടോ അത് മാറുന്നില്ല. അടുത്തത് ഫൈബ്രോ അഡിനോമ, കോംപ്ലക്സ് ഫൈബ്രോ അഡിനോമ. അപ്പം തന്നെ ആദ്യമൊക്കെ കോംപ്ലക്സ് ഫൈബ്രോ അഡിനോമ എന്ന് പറയുമ്പോൾ തന്നെ ഫൈബ്രോ അഡിനോമ തന്നെയാണ്. അതിൻ്റെ കൂടുതൽ ഫൈബ്രോസിസ്റ്റിക് ചേഞ്ചസ് ഉണ്ടാവും. എന്തൊക്കെയാണ് ഫൈബ്രോസിസ്റ്റിക് ചേഞ്ചസ് മെയിൻ ആയിട്ട് പറയുന്നത്? അപ്പോക്രൈൻ മെറ്റാപ്ലേസിയ, സിസ്റ്റ് ഫോർമേഷൻ, അതുപോലെ സ്ക്ലീറോസിങ് അഡിനോസിസ്, ഇതൊക്കെയാണ്. അതായത് 50% ഈസ് ഓഫ് പ്രൂവൺ ഫൈബ്രോ അഡിനോമ വാസ് കോംപ്ലക്സ് ആണ്. അതുപോലെ തന്നെ ഓൾഡർ ഏജ് ഗ്രൂപ്പാണ്. ജുവനൈലാണെങ്കിൽ അഡോളസെൻ്റ് ഏജ് ഗ്രൂപ്പിലാണ് കണ്ടുവരുന്നത്. ഇത് എന്താണ്? ടേൺ ഇൻ ടു മാലിഗ്നൻസി ആണ്. അതുപോലെ കോർക്കട്ട് ബയോപ്സി ആണ് എന്തിനു യൂസ് ചെയ്യുന്നത്? അതായത് നമ്മൾ മാലിഗ്നൻ്റ് ആണോ എന്ന് അറിയണമല്ലോ, അപ്പം അതിനുവേണ്ടി കോർ ബയോപ്സി യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ കുറേ 30% കേസസിലാണെങ്കിൽ ഫൈബ്രോ അഡിനോമ കുറേ കാലങ്ങൾ കഴിയുമ്പോൾ, അതായത് കുറച്ച് ഏജ് കഴിയുമ്പോൾ എന്തായി മാറും? ഡിസപ്പിയർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. എല്ലാന്നുണ്ടെങ്കിൽ 2 to 4 ഇയേഴ്സ് കഴിയുമ്പം ഇത് റെഡ്യൂസിങ് സൈസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ 10 to 15% എന്താണ്? ഇത് സൈസ് പ്രോഗ്രസീവായിട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസസ് ആണ് കൂടുതലും. പൊതുവെ ഫൈബ്രോ അഡിനോമ എന്തായി മാറാറില്ല? മാലിഗ്നൻസി ആയിട്ട് മാറാറില്ല. ഇനി നമ്മൾ ക്ലാസ് ടൈപ്സ് അവരാണ്. ഗ്രോസ് വെച്ചിട്ടുണ്ട്, മൈക്രോസ്കോപ്പി വെച്ചിട്ടുണ്ട്. ഗ്രോസ് എന്ന് പറയുമ്പോൾ പറയാം, ഗ്രോസ് ഉണ്ട്, മൈക്രോസ്കോപ്പി ഉണ്ട്. ഗ്രോസിൽ ഏതൊക്കെയാ? സോഫ്റ്റ്, ഹാർഡ്, ജയൻറ്റ്. മൈക്രോസ്കോപ്പിൽ ഏതൊക്കെയാ? ഇൻട്രാ കനാലിക്കുലാർ, പെരി കനാലിക്കുലാർ. സോഫ്റ്റ് എന്താണ്? ഇതെന്താണ്? ലെസ് ദാൻ 30. ഇത് ഗ്രേറ്റർ ദാൻ 5 സെൻറ്റിമീറ്റർ. ഇത് പൊതുവെ എന്താണ്? സോഫ്റ്റ് അല്ലേ? സോഫ്റ്റ് ആകുമ്പോൾ എന്താ? സെല്ലുലാർ ആയിരിക്കും.
ഇതെന്താകുമ്പോൾ എന്താ, ഹാർഡാണെങ്കിൽ ഫൈബ്രസ് ആയിരിക്കും. ഇത് പൊതുവെ കണ്ടുവരുന്നത് ആഫ്രിക്കൻസിനാണ്. ഇനി നമുക്കറിയാം ഇവിടെ പറഞ്ഞ ഇൻട്രാ കനാലിക്കുലാർ, പെരി കനാലിക്കുലാർ. ഇൻട്രാ അപ്പോൾ എന്താ, ലാർജ് ആയിരിക്കും, അതുപോലെ തന്നെ സോഫ്റ്റ് ആയിരിക്കും. പെരി കനാലിക്കുലാർ ആണെങ്കിൽ സ്മോൾ ആയിരിക്കും, അതുപോലെ തന്നെ ഹാർഡ് ആയിരിക്കും. ഇവിടെ ഇൻട്രാ കനാലിക്കുലാർ ആണെങ്കിൽ സ്ട്രോമ വിത്ത് ഡിസ്റ്റോർട്ടഡ് ഡക്റ്റ് ആയിരിക്കും. ഇവിടെ സ്ട്രോമ വിത്ത് നോർമൽ ഡക്റ്റ് ആയിരിക്കും. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തായിരിക്കും, പെയിൻലെസ് ആയിട്ടുള്ള ലംബായിരിക്കും ഏതെങ്കിലും ഒരു ക്വാഡ്രൻസിൽ. പിന്നെ അത് സ്മൂത്ത് ആയിരിക്കും, ഫേം ആയിരിക്കും, നോൺ ടെൻഡർ ആയിരിക്കും, വെൽ ലോക്കലൈസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഫ്രീലി മൊബൈൽ വിത്തിൻ ദ ബ്രസ്റ്റ് ടിഷ്യൂ. അതുപോലെ തന്നെ ആക്സിലറി, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആക്സിലറി ലിംഫ് നോഡ് ആർ നോട്ട് എൻലാർജ്ഡ്. ഇൻവെസ്റ്റിഗേഷൻ എന്തൊക്കെയാണ് നമുക്കറിയാം, മാമോഗ്രഫി ഉണ്ട്, USG ഉണ്ട്, MRI ഉണ്ട്, കോർക്കട്ട് FNAC അല്ലെങ്കിൽ കോർക്കട്ട് ബയോപ്സി. ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ മാമോഗ്രഫിയിലാണ് പോപ്കോൺ അപ്പിയറൻസ്. അടുത്തത് എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് നമുക്കറിയാം, എക്സിഷൻ. അതായത് എന്തൊക്കെയാണ് ചെയ്യുന്നത്, സർക്കം ആരിയോളാറും അതുപോലെ തന്നെ സബ് മാമറിയും ഇങ്ങനെ ഇൻസെഷൻ എടുത്തിട്ട് ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, വെബ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഗെയ്ലാർഡ് തോമസ് ഏതാണ്, സബ് മാമറി. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അനസ്തേഷ്യ. അതുപോലെ പൊതുവെ ഇൻഡിക്കേഷൻ എന്താണ്, ഗ്രേറ്റർ ദാൻ 3 സെൻറ്റിമീറ്റർ, ഗ്രേറ്റർ ദാൻ 3 സെൻറ്റിമീറ്റർ ആയിരിക്കണം, കുറേ മൾട്ടിപ്പിൾ ആയിട്ട് ഉണ്ടാവണം, അല്ലെങ്കിൽ ജോയിൻറ്റഡ് സൈസ്, അതായത് ഗ്രേറ്റർ ദാൻ 5 സെൻറ്റിമീറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് റിക്കറൻസ് ഉണ്ടാവണം, അല്ലെങ്കിൽ കോസ്മെസിസ് അതായത് കോസ്മെറ്റിക് ആയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട്. പിന്നെ കോംപ്ലക്സ് ടൈപ്പ് ആണെങ്കിൽ അതായത് അത് ചാൻസ് ഉണ്ട് എന്താവാനുള്ള, മാലിഗ്നൻസി ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഫൈബ്രോഡിനോമ എന്നുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക് ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. പിന്നെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നന്നായിട്ട് വായിക്കുക. ഓക്കെ, താങ്ക് യു.